ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ്. അപ്പോൾ എപ്പോഴും പോലെ രാവിലെ നേരത്തെ എണീറ്റ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. ചായ കുടിക്കാൻ വന്നിരുന്നപ്പോഴാണ് നേരം വെളുത്തുകൊണ്ടിരിക്കണേലോ, അപ്പോഴാണ് നോക്കുമ്പോൾ നല്ല മഞ്ഞുള്ളൊരു ദിവസം തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ടിരിക്കുകയാണേ. നാളെയാണ് കെട്ടുനിറ. അപ്പോൾ ഇന്ന് അതിൻ്റെ തലേന്നൊരു വീഡിയോ ഇതുപോലെ നല്ല പോസിറ്റീവായിട്ടൊരു ദിവസം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊരു വീഡിയോ എടുത്തതാണ്. ഒരു ലഞ്ച് വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. സിമ്പിളായിട്ട്. ഇനി നാളെ കെട്ടുനിറയായിട്ട് തറവാട്ടിലാണ് എല്ലാവരും ഭക്ഷണമൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ സ്വാമികൾ മലയ്ക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇന്ന്. കെട്ടുനിറയ്ക്കുള്ള കെട്ടും കാര്യങ്ങളും സാധനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ച് അത് തന്നെയാണ് എടുക്കുന്നത്. പുതിയ സ്വാമികൾക്കുള്ളത് പുതിയത് വാങ്ങിയിട്ടുണ്ട്, അതായത് കന്നിസ്വാമികൾക്കുള്ളത്. പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ നേരത്തെ ഒരു തവണ മാലയിട്ടത് കൊണ്ട് എല്ലാം പഴയ സാധനങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ മലയ്ക്ക് പോയി വന്നിട്ട് എടുത്തു വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചത്. ഇക്കൊല്ലമാണ് നമ്മളിതാ എടുക്കാൻ പോണത്. അപ്പോൾ സ്വാമി എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം എല്ലതും ഉണ്ട്. അമ്മയുടെയും ഏട്ടൻ്റെയും കുട്ടികളുടെയും 4 ആളുടെയാണ് ഇവിടെ. അപ്പോൾ എല്ലതും ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിയില്ല. പക്ഷെ എന്തോ ഇങ്ങനെ കൊളുത്ത് എന്തോ വെക്കാനുണ്ട്, പൊട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ചേച്ചിയുടെ അടുത്ത്, ചേച്ചി ടൈലറാണല്ലോ, അപ്പോൾ അതുകൊണ്ടേ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നാളെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാൻ അതെല്ലാം കൊണ്ടേ കഴുകട്ടെ കേട്ടോ. കെട്ടുനിറ തറവാട്ടിലാണ്, അതുകൊണ്ട് തന്നെ ഏട്ടൻ അങ്ങോട്ടൊന്നും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തറവാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ചേച്ചിയുടെ അടുത്ത് അടിക്കാൻ കൊടുക്കാൻ ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വേണ്ട, ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്, അപ്പം ഞാനത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഏട്ടൻ അത് കൊടുത്ത് വന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരിക്കുന്നത്. ഞാനും ഏട്ടനും കൂടെ തന്നെയാണ് കഴിക്കാനിരുന്നത്. കുട്ടികൾ 2 അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ തന്നെ. അമ്മ ഇന്ന് വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അമ്മയുടെ കൂടെ തന്നെ അച്ഛമ്മ ഇങ്ങനെ വിളിക്കുമല്ലോ. അപ്പോൾ അച്ഛമ്മയുടെ അടുത്ത് കഴിക്കാൻ പോയി. ഞാനും സ്വാമിയും നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ തുണി കഴുകിയിടലും. നമ്മുടെ തുണികൾ കഴുകിയിടാനുണ്ട്, അല്ലാതെ സ്വാമികളുടെയും എല്ലാം കഴുകിയിടാനുണ്ട്. അതെല്ലാം സോപ്പിട്ട് തന്നെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. അതിന് മുന്നൊക്കെ ഇങ്ങനെ സ്വാമികളുടെ ഡ്രസ്സൊന്നും അങ്ങനെ സോപ്പൊന്നും ഇട്ട് കഴുകില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക തന്നെയാണ് പതിവ്. എപ്പോഴും അങ്ങനെയാണ്, സ്വാമികൾ അങ്ങനെ സോപ്പൊന്നും ഇടാറില്ല എന്നാണ്. ഇനിയിപ്പോൾ എല്ലാവരുടെയും ഓരോ വിശ്വാസമാണല്ലോ, എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളുണ്ടല്ലോ. നമ്മുടെ വിശ്വാസങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ അപ്പോൾ ഞാൻ അതെല്ലാം കഴുകി എടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ തിരുമണ എല്ലാ സൈഡാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുട്ടികൾ എല്ലാം നാളേക്കുള്ളത് എല്ലതും വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ കെട്ടുനിറയാണെന്നുള്ളതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നാളെ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. രാവിലെ 9 മണിക്ക് തന്നെ 8-9 മണിയാകുമ്പോഴേക്കും കെട്ടുനിറ തുടങ്ങുന്നതാണ് പറഞ്ഞത്. കെട്ടുനിറ തുടങ്ങി ഇവരുടെ 8 പേരുടെയും പെട്ടെന്ന് തന്നെ കെട്ടുനിറ കഴിയും. ഒരു സ്വാമി തന്നെ വരണേല്ലോ. അപ്പോൾ അതിൻ്റേതായ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളാണല്ലോ നാളെ ഉണ്ടാക്കുന്നത്. അതിൻ്റെയും കുറേ പരിപാടികളും തിരക്ക് തന്നെയാണ്. പിന്നെ ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് അമ്മയും കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ 5 പേരും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. എന്തോ ഒരു പരിപാടിയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏതവിടെയാണെങ്കിലും ഞങ്ങൾ 5 പേരും ഒപ്പം തന്നെ ഉണ്ടാവും. എല്ലാ പണിയും ഒന്നിച്ച് തന്നെയാണ് എല്ലാവരും കൂടെ ചെയ്യുന്നത്. ശരിക്ക് ഒറ്റയ്ക്കുള്ളതാണ് കഷ്ടപ്പാട്. ഒറ്റയ്ക്കാണെങ്കിലേ എല്ലാ പണികളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്നേ. ഒന്നിച്ച് എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും 1 പണി 2 പണി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയും. അങ്ങനെ തന്നെയായിരുന്നു ആദ്യം ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്തൊക്കെ. 3 ആളും 3 പണി ചെയ്യും, അമ്മ കുട്ടികളെ നോക്കും, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കായ പിന്നെ നമ്മുടെ എല്ലാ പണികളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ മതിയാവുന്നുണ്ട്. അങ്ങനെ പിന്നെ സവോള കട്ടിങ്, സവോളയൊക്കെ രാവിലെയാണ് കട്ട് ചെയ്തത്. നമ്മൾ ഇന്ന് വൈകുന്നേരം അതെല്ലാം തോല് കളഞ്ഞ് വെക്കുകയാണ്. ചെറിയുള്ളി ഇട്ടിട്ടുള്ള നല്ല ടിഫിൻ സാമ്പാറല്ലേ ഉണ്ടാക്കണത്. അപ്പോൾ ചെറിയുള്ളിയെല്ലാം തോല് കളയാനുണ്ട്. വെളുത്തുള്ളിയൊന്നും നമ്മളിടില്ല, സ്വാമികളുടെ അല്ലേ. പിന്നെ മുരിങ്ങയൊന്നും ഇടില്ല. അങ്ങനെ കുറച്ച് എന്തൊക്കെയോ കഴിക്കാൻ പാടായികയുണ്ട് സ്വാമികൾക്ക്. അപ്പോൾ അതൊന്നും നമ്മൾ ഇത്രയും ദിവസമായിട്ടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ 2 നേരം ടിഫൻ തന്നെയാണല്ലോ. അങ്ങനെയാണ് സ്വാമികളുടെ വിശേഷങ്ങൾ. സ്വാമികൾ മലയ്ക്ക് പോയി വന്നാലും ഇതേപോലെ തന്നെ പോകണമെന്നുണ്ട്. പക്ഷെ നോക്കിക്കോ, പിന്നെയും നമ്മുടെ പഴയ അതുപോലെ തന്നെ ആവും. എണീക്കാൻ വൈകും, ക്ലീനിങ് കുറവാകും.
അങ്ങനെ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ നാളേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. തേങ്ങ, പിന്നെ ഈ കെട്ടുനിറയ്ക്കുള്ള സാധനങ്ങൾ, പൂജാ സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. അപ്പോൾ ഏട്ടൻ ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഉള്ളതും ഏട്ടൻ തന്നെയാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഏട്ടൻ പോകാൻ നിൽക്കുകയാണേ. ഞാൻ എൻ്റെ ക്ലീനിങ് കഴിഞ്ഞു, തുണികൾ കഴുകിയിടലൊക്കെ. അപ്പോൾ തോർത്ത് ആ സൈഡ് ഇട്ടതാണ്, അതിൽ നിറച്ചു ഉറുമ്പ്. ഏട്ടൻ ഇങ്ങനെ ഞാൻ അപ്പോഴേ ഒന്ന് മേലിൽ കണ്ടു. അപ്പം ഞാനത് തട്ടി വിട്ടു, ഒരെണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടേ. പിന്നെ നോക്കുമ്പോണ്ട് തോർത്തിൽ ഫുള്ള് ഉറുമ്പാണ്. എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉറുമ്പ് വരാറുണ്ട്, എന്നാലും ഞാൻ ചോക്ക് കൊണ്ട് വരയ്ക്കും, പക്ഷെ എന്നാലും ഉറുമ്പ്. അപ്പോൾ നിറച്ച് ഉറുമ്പ്. കടിച്ചൊന്നുമില്ല, താടിയിലൊക്കെ ആയി. പിന്നെ അതിനെയൊക്കെ ഒന്ന് തട്ടി വിട്ടിട്ട് പിന്നെ അവിടെ തോർത്ത് തോളിലിടാതെ വണ്ടിയിൽ തന്നെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ, നിറച്ച് ഉറുമ്പുണ്ടായിരുന്നേ. ഞാനും ശ്രദ്ധിച്ചില്ല. ഞാൻ എപ്പോഴും പറയും, അയേന്നൊക്കെ തുണി എടുക്കുമ്പോൾ എപ്പോഴും കുടഞ്ഞിട്ട് നോക്കണം, ഇല്ലെങ്കിൽ ഉറുമ്പ് എങ്ങനെ ഉറുമ്പുണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുടയണം, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയണ്ട. ആശാൻ അയേന്നെടുത്തും കൊണ്ട് അങ്ങനെ തോളിലിട്ടതാണേ. അപ്പോൾ ഉറുമ്പ് കടിച്ചു, 1-2 ഉറുമ്പ് കടിച്ചുള്ളൂ. അപ്പോഴേക്കും വേഗം അതിനെയൊക്കെ തട്ടിക്കുടഞ്ഞ് തോർത്തൊക്കെ ഞാൻ കുടഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ സാധനങ്ങൾ വാങ്ങിയിട്ട് വരാൻ പോകുമ്പോഴേക്കും എനിക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. കുറച്ച് മുന്നുള്ള വീഡിയോ ആണ്. കുട്ടികൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ട്. വരിക്കുട്ടി ഉച്ചയ്ക്ക് വരും, കുഞ്ഞിക്ക് 2 എക്സാം ആണെന്ന് പറഞ്ഞിട്ട് വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് 3 ആളേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരെ ഇല എപ്പോഴും നമ്മുടെ വീട്ടിലെ പോലെയാണല്ലോ, ഇല മേമൻ്റെ, സുമിത്ര മേമൻ്റെ അവിടെ തന്നെയാണ് പറിക്കുന്നത്. സുഭദ്ര മേമ എന്നാണ്, സുഭദ്ര എന്നാണ് പേര്, പക്ഷെ എല്ലാവരും സുമിത്ര പറഞ്ഞ് സുമിത്ര മേമ തന്നെ ആയി. അപ്പോൾ ഇന്ദു അവിടുന്ന് ഇന്ദു ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ്, PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാനുണ്ടാവുമോ ക്യാമറയിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല നീ ഒന്നും പെടില്ല, നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇല ഞാനിങ്ങനെ പറിച്ചിട്ട് വരികയാണ്. ഓരോ ഇലയും പറിച്ചിട്ട് വീട്ടിൽ കൊണ്ട് വയ്ക്കുകയാണേ. അപ്പോൾ എനിക്ക് എത്തണതൊക്കെ ഞാൻ പറിക്കും, എന്നാലും നമുക്ക് 3 ഇല മതിയല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ ഇന്ദുവിനോട് വർത്തമാനം പറഞ്ഞിട്ട് തന്നെ പറിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുപോലെ സദ്യ കഴിക്കണമെങ്കിൽ അടുത്ത ഓണം വരണം, അല്ലാതെ ഇപ്പം നമ്മൾ ഇല മുറിച്ച് കഴിക്കാനൊക്കെ അങ്ങനെ മടിയുള്ളൊരു കൂട്ടത്തിൽ തന്നെയാണല്ലോ. സ്വാമികളുള്ളത് കൊണ്ട് ആ ഒരു പേരും പറഞ്ഞ് അവർക്ക് ഇലയിൽ ചോറ് കൊടുക്കാനും, അവർക്ക് സ്വാമികൾക്ക് എപ്പോഴും വൃത്തിയിൽ നമ്മൾ കഴിക്കാൻ കൊടുക്കണം, എപ്പോഴും നല്ല രീതിയിൽ അവരെ ശ്രദ്ധിക്കണം, സ്വാമികൾക്ക് എന്താ അവരുടെ ആഗ്രഹം അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെയല്ലേ. അപ്പോൾ സദ്യയൊന്നും ആഗ്രഹമൊന്നുമില്ല. തറവാട്ടിൽ 2 ദിവസം മുന്നേ നല്ല അടിപൊളി സദ്യ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു സദ്യ നമുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചത്. എന്ത് ക്ലാസ്സിൽ പോകാൻ റെഡി ആവുകയാണ്. അപ്പോൾ അവിടെ ക്രിസ്മസ് ട്രീയും ഡെക്കറേഷനും, അവിടെ പിള്ളേർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ വർഷവും അവിടെ ചെയ്യും. അപ്പോൾ ഈ വർഷം ഞാനെന്നാൽ അതും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എപ്പോഴും കാണുന്നത് തന്നെയാണ്, എന്നാലും എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അമ്മുവും ഇന്ദുവും മേമ ഫുൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് കേട്ടോ. ഇന്ദു അമ്മുവും അവരെന്ത് പറയണോ, അവരെന്ത് ആഗ്രഹിക്കണോ അതൊക്കെ മേമ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൂടെ തന്നെ നിൽക്കാറുണ്ട്. അപ്പം ഞാൻ ഞാൻ പോണു, നീ ഇന്ന് ക്ലാസ്സിന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ദുവിൻ്റെ കയ്യിൽ പോണു പറഞ്ഞിട്ട് വരികയാണ്. ഇല കൊണ്ടുപോയി കഴുകിയിട്ട് വേണം. കറികൾ ഫുള്ളൊന്നും ആയിട്ടില്ല, ഒരു സാമ്പാറും ഉപ്പേരി എന്തോ ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഉണ്ടാക്കണം, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ, ലഞ്ചിന് മാത്രമേ ഉള്ളത്. പിന്നെ രാത്രിക്കുള്ളത് നമുക്ക് ടിഫനാണല്ലോ. അപ്പോൾ വെള്ളപ്പയറും കുഞ്ഞു മത്തനുണ്ട്. അപ്പോൾ വെള്ളപ്പയറും മത്തനും ഒരു ഓലനും വെച്ചിട്ട് കുറച്ച് സാമ്പാറും, അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു 2-3 ഒരു ക്യാരറ്റ് ഉപ്പേരിയും, അങ്ങനെ കുറച്ചേ ഉണ്ടാക്കണേ ഉള്ളൂ ലഞ്ചിനുള്ളത് മാത്രം. അത് ഞങ്ങൾക്ക് 3 ആൾക്കുള്ളത് മാത്രം. 3 ആൾക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം കഷ്ടപ്പാടാണ്. നമുക്ക് നിറച്ചും ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റും. ഈ കുറച്ച് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. പിന്നെ എപ്പോഴും പോലെ കയ്യിൽ എല്ലില്ലല്ലോ, എന്തെടുത്താലും എന്ത് വെച്ചാലും താഴെ വീഴും. അമ്മ പറയും ഞാൻ അടുക്കളയിൽ കയറി അത് വേറെ അറിയുന്നുള്ളത്. തറവാട്ടിലിരിക്കുമ്പോഴേ മഞ്ജു ഒന്നും അടുക്കളയിൽ കയറുന്നതേ അറിയില്ല, അത്രയും സൈലൻ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ആ ഭാഗത്ത് പോയ അപ്പം അറിയാം എൻ്റെ കയ്യിൽ നിന്ന് എന്തേലും കഷ്ടകാലത്തിന് ഞാൻ അവിടെ അടുക്കളയിൽ എന്തെങ്കിലും വീഴും. അപ്പം ഞാൻ പൂച്ച എന്ന് പറയും. അമ്മയ്ക്കറിയാം ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. അതെന്തോ അങ്ങനെ ആയിപ്പോയി. ഇപ്പോഴാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് എന്തെടുത്താലും താഴെ വീഴും. അപ്പോൾ പിന്നെ ഞാൻ രാവിലത്തെ അല്ല, ലഞ്ചിൻ്റെ ചോറിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുപോയി കളയാൻ പോയതാണ്. അങ്ങനെ ചോറിൻ്റെ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞു വന്നിട്ടാണ് പിന്നെ മത്തം കട്ട് ചെയ്യണത്. മുടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ടടാ, എപ്പോഴും വിരിച്ചിടുക എന്ന് പറഞ്ഞാൽ മുടി കെട്ടി വെച്ചാൽ എനിക്ക് നന്നായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും മുടി വിരിച്ചിടുന്നത്.
അപ്പോൾ ഇന്ന് ഞാൻ ഒരുവിധം കെട്ടിയിട്ടുണ്ട്, ബാലൻസ് പിന്നെ കെട്ടി വയ്ക്കാം. നേരത്തെ ഞാൻ കെട്ടി വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. പിന്നെ പപ്പടം വറുക്കാനുണ്ട്. പപ്പടം വറുത്തിട്ട് ഒരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ കഴിക്കാൻ, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനാകുമ്പോഴേക്കും ഒന്നും പറ്റുമൊന്നുമില്ല, തണുക്കൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് പരിപാടി, ലാസ്റ്റ് മിനുക്ക് പണിയാണ് പപ്പടം വറുക്കൽ എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ പപ്പടം കാച്ചുക എന്നല്ല, ഞാൻ പപ്പടം വറുക്കുക എന്ന് തന്നെയാണ് പറയുക. മുട്ട വറുക്കുക, പപ്പടം വറുക്കുക, അങ്ങനെയൊക്കെ പറയുക. ചിലവരിങ്ങനെ പപ്പടം കാച്ചുക, അമ്മ പപ്പടം കാച്ചുക എന്ന് തന്നെയാണ് പറയുക. അവരാ കോട്ടായിക്കാരാണ്, അതുകൊണ്ടാണ് തോന്നുന്നത്. നമ്മൾ തനി പാലക്കാട്, ജനിച്ചതും പാലക്കാട്, വളർന്നതും പാലക്കാട്, എല്ലാം ഇപ്പം ഇരിക്കുന്നതും പാലക്കാട്, എൻ്റെ അടുത്താണല്ലോ. അപ്പോൾ നമ്മൾ പാലക്കാട്ടുകാർ പപ്പടം വറുക്കുക എന്ന് പറയും. അങ്ങനെ പപ്പടം വറുക്കലെല്ലാം കഴിഞ്ഞ് പപ്പടക്കൊല്ല എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ബോക്സിലാക്കി വെക്കുകയാണ്. എല്ലാം ഒന്നിലുള്ള ഒരു ബോക്സാണ്. അരി അരച്ചിട്ടാണെങ്കിൽ ഞാൻ ഈ ബോക്സിൽ തന്നെ വയ്ക്കുക. ഇപ്പം അരി അരച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ബോക്സിൽ തന്നെയാണ് വയ്ക്കുക. പിന്നെ നാളേക്കുള്ള കുറച്ച് കാര്യങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടല്ലോ. നാളെ നമ്മൾ തന്നെയാണ് വീട്ടിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കരുതണേ ഉള്ളൂ. രാവിലെ തന്നെ പെട്ടെന്ന് ഇവർ 9 മണിയാകുമ്പോഴേക്കൊക്കെ കെട്ടുന്നറ കഴിഞ്ഞ് നേരത്തെ പോവും. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇരുമ്പുളി അവിടെ ഇരുന്ന് എന്നെ കഴിക്കൂ എന്ന് പറയണത്. അയ്യോ, എന്തൊരു പുളിയായിരുന്നു അറിയോ, ആയിക്കൂടെ വെള്ളം വരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കഴിച്ചതാണ്. നല്ല സോക്കായിട്ടുണ്ട് ഇരുമ്പുളി ഉപ്പിലിട്ട് വെച്ചത്. ഇങ്ങനെ ആരെങ്കിലും ഉപ്പിലിട്ട് വെച്ചു, അച്ചാറിടുന്നതിനേക്കാളും ഇരുമ്പുളി ഉപ്പിലിട്ട് വെച്ച ആഹാ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇരുമ്പുളി മാത്രമല്ല, നെല്ലിക്ക, കാന്താരി എല്ലാം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കാന്താരിയൊക്കെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, കഞ്ഞിയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് കടിക്കാൻ. അപ്പോൾ വീട്ടിൽ കാന്താരി ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അതിന് വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് ബോക്സിലാക്കി വെച്ചാണ്. അമ്മ ഇവിടെ ഉള്ള ദിവസം അമ്മ തന്നെയായിരുന്നു കാന്താരി ഇടല്ലോ. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കാന്താരി, അമ്മയുടെ മോനും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പ്രസാദിന് ഇഷ്ടമാണ്, പ്രദീപിന് കാന്താരി തന്നെ വേണം. വിനോദന് അങ്ങനെ കാന്താരി ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് അറിയുന്നില്ല. പക്ഷേ ഈ 3 മക്കൾക്കും എരി ഇഷ്ടമാണ്. പ്രസാദിന് അത്ര എരിയല്ല, എങ്കിലും കാന്താരി കഴിക്കും. ഇങ്ങനെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ കാന്താരി ഉപ്പിലിട്ട് വെച്ചതൊക്കെ ഇഷ്ടമാണ്. ഈ ഉപ്പിലിട്ട് വെച്ചത് ഞാൻ കൊടുത്തിട്ടില്ല, അല്ലാണ്ട് അവിടെയുണ്ട്, ഇങ്ങനെ ചെടിയിലുണ്ടാവുന്നത് പറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ ചോറ് വിളമ്പി സ്വാമി കഴിക്കാൻ വന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി നേരെ തറവാട്ടിലേക്ക് തന്നെയാണ് പോയത്. അവിടെ തന്നെയാണ് കൊണ്ടുവച്ചത്, ഇവിടെയൊന്നും കൊണ്ടുവച്ചിട്ടില്ല. നമ്മൾ അവിടെയാണല്ലോ കെട്ടുന്നറ. അപ്പോൾ സ്വാമി നേരെ അവിടെ കൊണ്ട് കുഞ്ഞാറ്റിയും ഇവിടെ വന്നിട്ട് കുഞ്ഞാറ്റിയും കൂടെ പോയി സ്വാമി അവിടെ എല്ലാം ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് സദ്യ എന്നൊന്നും പറയാനില്ല. ഒരു സാമ്പാറും 2 കറിയും 1 ഇഞ്ചിപ്പുളിയും ചോറും, അന്തസ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ 3 ആളും കൂടി ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റിനൊന്നും സമയമില്ല. നാളത്തെ കുറേ പരിപാടികൾക്ക് തറവാട്ടിലേക്ക് പോകാനുണ്ട്. അതൊക്കെ പിന്നെയും കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്, അതൊക്കെ അവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്